ഫിഫയുടെ ആവേശം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ലിവൈസും ഗില്ലറ്റിനും റെക്സോണയുടെയൊക്കെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, അതുപോലെ ഹൈഡ്രേഷൻ ബ്രേക്ക്, പിങ്ക് ബൂട്ട്സ് ഇവയെല്ലാം മാർക്കറ്റിംഗ് എക്സ്പേർട്സിനിടയിൽ ചർച്ചയാവുന്നതിനിടയിൽ ശ്രദ്ധ നേടിയ മറ്റൊരു കേസുമുണ്ട്. അതാണ് മാർഷൽ ഐലൻഡ്സിന്റേത്. ഫിഫ ഇതുവരെ അംഗീകാരം നൽകാത്ത എന്നാൽ നാഷണൽ ഫുട്ബോൾ ടീമുള്ള ഒരു UN അംഗീകൃത രാജ്യമാണ് മാർഷൽ ഐലൻഡ്സ്. ഗ്ലോബൽ വാർമിംഗ് കാരണം അവിടുത്തെ സമുദ്ര ജലനിരപ്പ് വർദ്ധിക്കുകയും ആ ദ്വീപുകൾ ക്രമേണ ഇല്ലാതായിക്കൊണ്ടും ഇരിക്കുകയാണ്. ഒരു ഒഫീഷ്യൽ മാച്ച് കളിക്കുന്നതിന് മുൻപേയായി ഒരുപക്ഷെ ഈ രാജ്യം തന്നെ ഇല്ലാതായേക്കാം എന്നുള്ള ആശങ്കയിലാണ്. ഈ രണ്ട് ചാലഞ്ചസും ഇവർ ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നത് ഒരു കിടിലം ക്രിയേറ്റീവ് സ്ട്രാറ്റജിയിലൂടെയാണ്. അതെന്താണെന്ന് നമുക്കിന്ന് കാണാം. മാർഷൽ ഐലൻഡ് സോക്കർ ഫെഡറേഷനും പ്ലെയർ ലെയർ എന്ന ബ്രിട്ടീഷ് സ്പോർട്സ് ബ്രാൻഡും കൂടെ ചേർന്ന് 2030 നോ ഹോം ജേഴ്സി എന്ന പേരിൽ ഫുട്ബോൾ ജേഴ്സി പുറത്തിറക്കി. ആ പേരിൽ തന്നെ ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ആ നാടിന്റെ രോദനം ഒളിഞ്ഞിരിപ്പുണ്ട്. കൂടാതെ ഇതൊരു സാധാരണ ജേഴ്സി അല്ലായിരുന്നു. ഗ്ലോബൽ വാർമിംഗ് ലിമിറ്റ് 1.5 ഡിഗ്രിക്ക് കൂടാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് ആ ജേഴ്സിയിലുണ്ട്. പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ലാൻഡും വൈൽഡ് ലൈഫും അതിൽ വളരെ ക്രിയേറ്റീവായിട്ട്, വളരെ മനോഹരമായിട്ട് അതിനകത്ത് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ ജേഴ്സിയുടെ ലോഞ്ച് ക്യാമ്പയിനിലുടനീളം ജേഴ്സിയുടെ പല ഭാഗങ്ങളും അപ്രത്യക്ഷമാക്കി കാണിച്ച് ഗ്ലോബൽ വാർമിംഗ് എത്രത്തോളം ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ള ഒരു ഇമോഷണൽ കണക്റ്റും കൂടെ അവർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കുറെ നാൾ മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇത് എങ്കിൽ കൂടി ഈ ഫിഫ ആയപ്പോൾ ഈ ഒരു സംഭവം ചർച്ചയിൽ വന്നു എന്നതാണ്. ഇന്നത്തെ അൾട്രാ ഫാസ്റ്റ് പേസ് ലോകത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ഇതുപോലത്തെ ക്രിയേറ്റീവ് സ്ട്രാറ്റജീസിലൂടെ നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്.